എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുരോഹിതന്മാരിൽ ഒരാളാണ് ഫാദർ ജോർജ് നെല്ലിശ്ശേരി. അദ്ദേഹം പറയുന്നത് ദൈവജനം സഭയുടെ രക്ഷയ്ക്കായി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാണ്. ശരിയാണോ അൽമാര്? അതും ഈ കാലത്ത് മെത്രാന്മാരും വൈദികരുമാണ് ഈ ജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത്. അതാണ് അവരുടെ ദൈവികമായ ദൗത്യം. എന്നാൽ സിറോ മലബാർ സഭയിൽ എന്താണ് നടക്കുന്നത്? നേരെ മറിച്ചാണ്. സഭയുടെ മെത്രാൻ സിനഡ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ അൽമായർ രംഗത്തിറങ്ങേണ്ടി വന്നിരിക്കുന്നു. ആ ഒരു ഗതികേടാണ്. ആദ്യമൊക്കെ മെത്രാന്മാർ എടുത്ത തീരുമാനം മെത്രാന്മാർ തന്നെ നടപ്പിലാക്കട്ടെ എന്ന് കരുതി അൽമായന്മാർ മാറി നിന്നു. അപ്പോൾ അവർ കണ്ടത് സഭ ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അൽമായർ പ്രാർത്ഥനാ യജ്ഞങ്ങളുമായിട്ട് സഭയെ രക്ഷിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും അൽമായർ വിശ്വാസികൾ തയ്യാറാണ്. ആരാണ് ഈ അൽമായർ? അൽമായർ ലേ പീപ്പിൾ, ലേമാൻ അല്ല, ലേ പീപ്പിൾ. എന്നാൽ ക്രിസ്ത്യൻ സഭയിലെ വൈദികരും സന്യാസികളും അല്ലാത്ത സാധാരണ വിശ്വാസികളാണ്. ഇവർ മാമോദീസ വഴി സഭയിൽ അംഗങ്ങളാണ്. തിരുപ്പട്ടം സ്വീകരിക്കാത്തവരും സന്യാസ വ്രതത്തിൽ ഇല്ലാത്തവരും സാധാരണക്കാരുമായ ക്രിസ്ത്യാനികളാണ് ഇവർ. ഇവരും മിശിഹയുടെ പ്രവാചകത്വം, പൗരോഹിത്വം, രാജത്വം എന്നിവയിൽ പങ്കാളികളായി സഭയുടെയും ലോകത്തിന്റെയും വളർച്ചയിൽ തങ്ങളുടേതായ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അൽമായുടെ പങ്കെന്താണ് സിറോ മലബാർ സഭയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ? ആ ചോദ്യത്തിന് ഉത്തരമായല്ലോ, അല്ലേ? അവരാണ് സഭയുടെ ജീവനും ജലവുമല്ല. അതുകൊണ്ടാണ് പൗരോഹിത്യമടക്കമെല്ലാം ഓടിക്കൊണ്ടേയിരിക്കുന്നത്. അതിന് ജീവനും ജലവും നൽകുന്നത്, വായുമൊക്കെ നൽകുന്നത് അൽമായർ തന്നെയാണ്. എറണാകുളം കത്തീഡ്രൽ ബസിലിക്കയിൽ വിശുദ്ധ കുർബാന ഇല്ലാതെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ അച്ഛൻ ഒരു നിയമവിരുദ്ധ കുർബാന ചൊല്ലി. ഇതേ തുടർന്ന് വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തി പ്രാർത്ഥനാ യജ്ഞം തുടങ്ങി. അതിനെ എങ്ങനെ കുറ്റം പറയും? ആ വിശ്വാസികൾ അവിടെ നിന്ന് തുരത്താൻ അച്ഛൻ ഹൈക്കോടതിയിലും മുനിസിപ്പൽ കോടതിയിലും ഒക്കെ കയറിയിറങ്ങി കേസ് കൊടുത്തു. 2 കോടതികളും ഇപ്പോൾ പോകുന്നത് പോകട്ടെ, സ്റ്റാറ്റസ് കോ നിലനിൽക്കട്ടെ എന്ന് പറയുന്നു. വിശ്വാസികളെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വിടാൻ ഒരു കോടതിയും തയ്യാറായില്ല. ഇതേ തുടർന്ന് അവിടുത്തെ കൈക്കാരൻ ആന്റണി നൽകിയ ഒരു ശബ്ദ സന്ദേശം അത് മെത്രാന്മാരും വൈദികരും കേൾക്കേണ്ടതാണ്. അദ്ദേഹം വിശ്വാസികളോട് പറയുന്നത്, ഇതിൽ അമിതമായി ആരും സന്തോഷിക്കേണ്ട അൽമായരെ എന്നാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്നവർ വിമതർ നമ്മുടെ സഹോദരന്മാരാണെന്ന്. മെത്രാന്മാർ തീരുമാനിച്ച കാര്യം അവർ നടപ്പിലാക്കാതെ വന്നപ്പോൾ നമുക്ക് രംഗത്തിറങ്ങേണ്ടി വന്നു. നമ്മൾ ഇനിയും ഒന്നിച്ച് കഴിയേണ്ടവരാണ്. ഇങ്ങനെയുള്ള വിശ്വാസ ദാർഢ്യവും വിശാലമായ കാഴ്ചപ്പാടും എത്ര മെത്രാന്മാർക്കും വൈദികത്വമുണ്ടാകും. തങ്ങളുടെ തീരുമാനം നടപ്പാക്കാൻ യാതൊരു താല്പര്യവും കാണിക്കാതെ സ്വന്തം മാളത്തിൽ ഒളിച്ചു കഴിയുകയാണ് സിറോ മലബാർ സഭയിലെ സിനഡ് മെത്രാന്മാർ. ഇത് തങ്ങളുടെ അലട്ടുന്ന പ്രശ്നമായി അവർ കാണുന്നതേയില്ല, ദൈനംദിന വിഷയമേ അല്ല. വിശ്വാസികൾ റോഡിൽ ഇറങ്ങുകയും നിയമയുദ്ധം നടത്തുകയും മാത്രമല്ല ചെയ്യുന്നത്, അനേകം പേർ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര മെത്രാന്മാർ ഇന്ന് ബസലിക്കയിൽ വിശ്വാസികൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് തൽക്കാലം പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂരം കുരിച്ച് സത്യത്തിന്റെ കാലം മുതൽ എന്നും അൽമായരാണ് വിശ്വാസ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ചരിത്രം ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സെന്റ് മേരീസ് ബസലിക്കയിലെ തിരുപ്പിറവി അടുക്കുകയാണ്. സെന്റ് മേരീസ് ബസലിക്കയിലെ ആ ബസലിക്കയിലെ അങ്കണത്തിൽ, അവിടുത്തെ തിരുമുറ്റത്ത് വിശ്വാസികൾ 2-3 ആഴ്ചകളായി രാവും പകലും ജപമാല പ്രാർത്ഥന യജ്ഞവുമായി അവിടെ കഴിച്ചു കൂട്ടുകയാണ് തങ്ങളുടെ ഊഴം വെച്ച്. എന്തിനാണ്? തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി. അവർ അക്രമാസക്തരല്ല, അവർ സിനഡിനെ തെറി പറയുന്നില്ല, പുരോഹിതരെ അപഖ്യാതി പറയുന്നില്ല. അവർ ചെയ്യുന്നത് ഇത്രമാത്രം. മെത്രാന്മാർക്ക് നല്ല ബുദ്ധി തോന്നിക്കാൻ, നല്ല മനസ്സ് തോന്നിക്കാൻ ഇടയുണ്ടാകണമേ കർത്താവേ എന്ന പ്രാർത്ഥന മാത്രമാണ് അവർ